ബേപ്പൂരിലേക്ക് എവിടുന്ന് എത്തിയത് എല്ലാവരും? ഹായ്, ഗുഡ് മോർണിംഗ്. പെൻഷൻകാരാണ്. മലപ്പുറം ബ്ലോക്ക് പൂക്കോട്ട് പഞ്ചായത്ത്. എല്ലാവരും കൂടി രാവിലെ എപ്പോ ഇറങ്ങി? രാവിലെ 7 മണിക്ക്. കാണാൻ പറ്റിയ വലിയ ഭാഗ്യം. അയ്യോ, ഞങ്ങൾക്ക് സന്തോഷം. ഈ മാറ്റം കാണുന്ന ഒരാളെ നേരിട്ട് വലിയ മഹാഭാഗ്യമല്ലേ. നേരിൽ കണ്ടു എന്നുള്ളതാണ് വലിയൊരു സന്തോഷം. ഇത് സ്ഥിരം കാണുന്ന പെൻഷൻ പറ്റി സ്ത്രീകളും പുരുഷന്മാരും ഞങ്ങള് 47 പേര്. എവിടേക്ക് യാത്ര ചെയ്യുന്നു? എവിടേക്ക് യാത്ര? നിങ്ങൾ ബേപ്പൂര് അകലാപ്പുഴ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാപ്പാട് പോകുന്നുണ്ട്. കാപ്പാട് വാസ്കോഡ് ഗാമ 1997 വൈകുന്നേരം വീട്ടിൽ കയറും. വൈകുന്നേരം വീട്ടിലെത്തും. വൈകുന്നേരം ഭക്ഷണം പിന്നെ ഇടയ്ക്ക് വെച്ച് കഴിക്കും. ഏർപ്പാടി ബോട്ടിൽ ഏർപ്പാടി. ആണല്ലേ? ഇടയ്ക്കിടയ്ക്ക് യാത്രയുണ്ടോ നിങ്ങൾ? ഇടയ്ക്കിടയ്ക്ക് യാത്രയുണ്ടോ? കഴിഞ്ഞ മാസവും പോയി. ഇരിയാമ്പലി പോയി. ശരിക്കും പറഞ്ഞ ഒന്ന് ആലോചിക്കുക, കേരളത്തിലെ പെൻഷൻ കാര്യമൊക്കെ കാണുന്നുണ്ടോ? നിങ്ങൾ എവിടെയാ സ്ഥലം? പൂക്കോട്ടൂര് SSPU, കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ യൂണിയൻ. അപ്പോ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ? വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന് മക്കൾ എന്ത് ചെയ്യുന്നു, മരുമക്കൾ എന്ത് ചെയ്യുന്നു എന്ന് ടെലിഫോൺ വിളിച്ചാൽ മാത്രം പോരാ, ഇറങ്ങി ഇതൊക്കെ നാടൊക്കെ കാണണം. ഇതേപോലുള്ള മനുഷ്യര് വിവിധ സർവീസുകളിൽ ഉണ്ടായിരുന്ന ആൾക്കാരാ. ഇപ്പൊ എങ്ങനെ തോന്നുന്നു ഈ കാഴ്ചക്കൊക്കെ പോകുമ്പോൾ? ഇപ്പോഴാണോ ഹാപ്പി? പണ്ടായിരുന്നു ഹാപ്പി? പെൻഷൻ പറ്റിയപ്പോ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ഫാമിലി പെൻഷനറാണ്. ഫാമിലി പെൻഷനാണ്. ഓക്കെ. ഇവിടെ എന്റെ പേരെന്താ? ബാലകൃഷ്ണൻ നായർ. അപ്പൊ ബാലകൃഷ്ണൻ നായരേട്ടനുണ്ടല്ലോ 84 വയസ്സായി. ഇപ്പോഴും നോക്കൂ അല്ലേ, ചെറുപ്പമാണ്. ഏതായിരുന്നു സർവീസ്? ഹെഡ്മാഷാണ്. ഹെഡ്മാഷ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു റെസ്പെക്ട് അല്ലേ? കുട്ടികളെ പണ്ടിങ്ങനെ ചേർത്ത് പിടിക്കണ മാഷായിരുന്നു. ആണോ? ആണല്ലേ? അപ്പം മാഷിന്റെ നേതൃത്വത്തിലാണോ ഈ യാത്ര? അല്ലല്ല, നേതൃത്വം വരാറുണ്ട്. മാഷന്മാരെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴേ കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതാണോ പാട്? കോഴിക്കോട് ബേപ്പൂരും ചെയ്തു. അല്ല, ഇവരെ മേയ്ക്കാനാണോ ഈ കുട്ടികളെ മേയ്ക്കാനാണോ പാട്? അല്ല, അതിപ്പോ പറയേണ്ട കാര്യമില്ല. പക്ഷെ അത് നല്ല കാര്യമല്ല. ഈ ചിരി സന്തോഷമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 80 വയസ്സായാലും അല്ലെങ്കിൽ റിട്ടയർ ചെയ്താലും ജീവിതം അവസാനിച്ചു എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ജീവിതം തുടങ്ങുന്നത് ഇപ്പോഴാണ് അല്ലേ? ഒരുപാട് കാണണം അല്ലേ? ആസ്വദിക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ ആസ്വദിക്കാൻ സമയം കിട്ടി. പരമാവധി സ്ഥലങ്ങൾ കാണുക, പരമാവധി രുചികരമായ ഭക്ഷണം കഴിക്കുക അല്ലേ? മനുഷ്യരെ കാണുക, സന്തോഷിക്കുക അല്ലേ? പൈസ വെറുതെ ബാങ്കിൽ FD ഇട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സർക്കാർ കൊടുക്കുന്നുണ്ട്. ഞാനോ ട്രഷറി ഓഫീസറായിരുന്നു. അപ്പൊ പൈസ എല്ലാവർക്കും പൈസ കൊടുക്കുന്നുണ്ട് ഇത് ജീവിക്കാനുള്ള. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ FD ഒക്കെ എടുത്ത് യാത്ര പോകാൻ നോക്കുമ്പോൾ കൊളസ്ട്രോൾ അടിക്കും. ഒരു ദിവസം അതേ പോയി. അപ്പൊ അതുകൊണ്ട് പെൻഷൻകാരൊക്കെ അത്യാവശ്യം നല്ല യാത്രകളൊക്കെ ചെയ്യുക അല്ലെ? ജീവിതമൊക്കെ ആസ്വദിക്കുക, നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക, നല്ല സിനിമകളൊക്കെ കാണുക, മനുഷ്യരെ കാണുക അല്ലെ? അപ്പോ ചെറുപ്പം എന്നുള്ളത് നമ്മുടെ മാനസികാവസ്ഥയാണ്, ശരിയല്ലേ? അത് പിന്നെ ശരീരത്തിൽ നടക്കാൻ പറ്റുമ്പോഴേ ഇതൊക്കെ പറ്റും അല്ലേ? അപ്പൊ അത് പരമാവധി സ്ഥലങ്ങൾ കണ്ടു തീർക്കുക. അപ്പൊ നല്ല സന്ദേശം, കണ്ടതി സന്തോഷം. ഫാമിലിയും കൂടെ ഉണ്ട്. ഇന്നത്തെ ദിവസം നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടെങ്കിലും ഇവര് തരുന്നൊരു പോസിറ്റീവ് എനർജി സൂപ്പറാണ്. കുട്ടികളെ കൊണ്ടുപോകുമ്പോഴേ ഞങ്ങൾക്ക് ടെൻഷനിലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ലോ, ഫ്രീ ആയിട്ട് പോയിട്ട് പോവാ. കുട്ടികളെ കൃത്യമായിട്ട് എത്തിക്കണമെന്നുള്ള ടെൻഷൻ അന്ന് ആസ്വദിക്കാൻ കഴിയും. നമുക്കത് ആസ്വദിക്കാൻ പറ്റും, അന്ന് ആസ്വദിക്കാൻ പറ്റും. കുട്ടികളെയും കൊണ്ടുപോകുമ്പോ നമുക്ക് എപ്പോഴും ടെൻഷനാണ്. ഇവരെ വീട്ടിലെത്തിക്കണ്ടേ, രാത്രി വീട്ടിലെത്തിക്കണ്ടേ, അല്ലെങ്കിൽ പോകണ്ട. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാളാ, ഞങ്ങൾ രണ്ടാളുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് ഞാൻ നാട്ടുകാരനാണ്. അപ്പൊ വീട്ടിലെത്തിക്കാൻ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങൾക്ക് സ്ഥലം മാറ്റി പോയാൽ മതി പറഞ്ഞാളാ ഞാൻ. കുട്ടികളെ കൊണ്ട് ഊട്ടി പോയപ്പോ അവിടെ ബോട്ട് യാത്ര ചെയ്യണവര് എല്ലാ മാസവും യാത്രയുണ്ടോ? ബ്ലോക്കൊന്ന് പോയി. ഇത് യൂണിറ്റാണ്. ബ്ലോക്ക് നേരത്തെ പോയി. ഇപ്പൊ റിട്ടയർ ചെയ്തതിന് ടയറൊക്കെ പുതിയതാക്കിയിട്ട് നന്നായിട്ട് ഓടുകയാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ
കേരളത്തിലെ എല്ലാ പെൻഷൻകാരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഈ പെൻഷൻ പണം കിട്ടി FD ഇട്ടാൽ മാത്രം പോരാ, അതൊക്കെ എടുത്ത് അതിന്റെ പലിശയെങ്കിലും എടുത്ത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ കൂട്ടായ്മയോട് കൂടി യാത്ര ചെയ്യണം അല്ലേ? കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അല്ലേ സന്തോഷത്തിൽ പോയി വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് ആസ്വദിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. താങ്ക് യു എല്ലാവർക്കും. യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. അതെ അതെ, എപ്പോഴും നമ്മൾ പറയല്ലേ, ചലിച്ചിരുന്നവർ പിടിച്ചിരുന്നു എന്നാണ്, ഉറച്ചിരുന്നവർ ഒലിച്ചുപോയി, ചലിച്ചിരുന്നവർ പിടിച്ചു നിന്നു എന്നാണ് കവി പറയുന്നത്. അതേപോലെ ചലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ സങ്കടമൊന്നും വരുന്നില്ല, എല്ലാം അങ്ങോട്ട് പൊക്കോളും അല്ലേ? പിന്നെ ഈ കാലത്തൊക്കെ എന്ത് സങ്കടം, പിള്ളേരൊക്കെ ആ വഴിക്ക് പോയി അവരങ്ങ് രക്ഷപ്പെട്ടോളും അല്ലേ? പിന്നെ ഇനി നമ്മളിങ്ങനെ വിസ കാത്തിരിക്കുന്ന സമയത്ത് കുറെ ട്രാൻസിറ്റ് വിസയാണ് ഇതെല്ലാം അല്ലേ? അപ്പോൾ അവസാനത്തെ യാത്രയ്ക്ക് മുമ്പുള്ള ഒരു ട്രാൻസിറ്റ് വിസ ഉണ്ടല്ലോ, അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ പരമാവധി സ്ഥലങ്ങളിലേക്ക് പോവുക, ആസ്വദിക്കുക. താങ്ക് യു. അപ്പോൾ സന്തോഷം, ഹാപ്പി ആയിരിക്കട്ടെ എല്ലാവരും.